നമസ്കാരം, എല്ലാവർക്കും മൊബൈൽ ഗ്രാഫറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൊബൈൽ ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട്, ഫോട്ടോ ആവാം വീഡിയോ ആവാം, അതിന്റെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. എല്ലാവരും അത് സെറ്റിങ്സ് ഒക്കെ നോക്കി നല്ല ഔട്ട്പുട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ മോട്ടീവ് നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ നേരത്തെ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, ടെക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, പിന്നെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ എക്സ്പീരിയൻസസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ മോട്ടീവ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്, പ്രീവിയസ് എപ്പിസോഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് പറയുന്നതിന് മുമ്പ് ചെറിയൊരു ആമുഖം പറയാം. നമുക്ക് എല്ലാവർക്കും ഫ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെ, പറക്കാനായിട്ട് ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പറന്നിരുന്നെങ്കിൽ ആഗ്രഹിക്കാത്തവർ ഒരു 99% ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ഞാനൊരു പ്രവാസിയാണ്. പ്രവാസികൾക്ക് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും പാസഞ്ചർ ഫ്ലൈറ്റുകളിലാണ് സാധാരണ പോവാറ്. ഒത്തിരി പേര് നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ അസിസ്റ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എയർ ഹോസ്റ്റസ് ഉണ്ടാവും, പൈലറ്റ് ഉണ്ടാവും, പിന്നെ അസിസ്റ്റന്റ് പൈലറ്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒത്തിരി പേരുടെ കൂടെയാണ് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാറ്. ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ 2 പേരാണ്, പൈലറ്റ് ആൻഡ് ഒരു പാസഞ്ചർ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പേടിയും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അഡ്വഞ്ചർ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടണം. എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും വെച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ചാൻസസ് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഗൈറോകോപ്റ്റർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൽ പറക്കാനായിട്ടുണ്ടായിട്ടുള്ളത്. 2 പേര്. ഈ ഫ്ലൈറ്റ് നമ്മളെ നോർമൽ ഫ്ലൈറ്റിനായിട്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, നമുക്ക് സാധാരണ മറ്റേ ഫ്ലൈറ്റിലൊക്കെ വിൻഡോയിലൂടെ നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് നോക്കാറാണ്. ഇതൊരു വിൻഷീൽഡ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പുറത്തോട്ടൊന്ന് തലയോ കൈയോ ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ഫീൽ ദ വിൻഡ്. അപ്പൊ അതും ഒരു അസാധ്യ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആ വീഡിയോയുടെ ഇടയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളൊക്കെ ചെറുതിലാവണമെന്നില്ല, വലിയ ആളുകളായിട്ടും നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ പുറത്തൊരു ഫ്ലൈറ്റിന്റെയോ ഒരു എയർക്രാഫ്റ്റിന്റെയോ ചെറിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഓടി നോക്കിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കും. ഈശ്വര, ഏതാ മറ്റേ വരയിട്ട് പോകുന്ന വണ്ടിയാണോ അതോ കറങ്ങുന്ന വണ്ടിയാണോ, കോപ്റ്റർ ആണോ എന്നൊക്കെ. അത് നമ്മളുടെ ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റി പുറത്തു വരുന്നത്. അത് ഞാനും വളരെ ക്യൂരിയസ് ആണ്. അപ്പൊ അതിനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു ഇൻവെൻഷൻ തന്നിട്ടുള്ള ദ ഗ്രേറ്റ് റൈറ്റ് സഹോദരന്മാരെ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലൈറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിനകത്ത് ഫ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും വ്യൂ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റ്. ഇത് ഓട്ടോമൈഡോ MTO എന്ന് പറയുന്ന കാറ്റഗറിയാണ്. 1200 cc വന്നത് 1000 ഹോഴ്സ് പവർ ആണ് ഇതിന്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ. അത് വെച്ചിട്ട് ആരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ആൾ പുലിയാണ്. ഇതിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഈ MTO കാറ്റഗറി എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. വിൻഷീൽഡ് കാണും, ഇവിടെ ഇരിക്കുക. ശരിക്കും നമ്മൾ പക്ഷികളെ പോലെ തന്നെ പറന്ന് ആകാശത്തിലെ മേഘങ്ങളെ തൊട്ട് കാറ്റിന്റെ ഇടയിലൂടെ സഞ്ചരിച്ചൊക്കെ പോകാൻ പറ്റും. അപ്പൊ ഇതില് ആണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ്. നേരെ നമുക്ക് ആ വീഡിയോസും കൂടി കാണാം. ഓക്കെ, എത്രമാത്രം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഇത് ഓപ്പൺ വെഹിക്കിൾ ആണ്. ചെറിയൊരു ബിറ്റ് സ്കെയർഡ് അബൌട്ട് ദിസ് വൺ. So let's try. Okay. ഈ ഒരു ക്രാഫ്റ്റിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മളൊരു വൈറ്റാണ് കാണിച്ചത്, ഇപ്പോൾ ഒരു യെല്ലോ കളറാണ്. കളറിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ
ഓരോരോ പോയിന്റ്സ് ഈച്ച് ആൻഡ് എവറി നട്ട് വരെ ക്രോസ് ചെക്ക് ചെയ്യാണ്. കാര്യത്തിൽ അത് ചെക്ക് ചെയ്യേണ്ട നമുക്ക് പോകാൻ പറ്റത്തില്ല. എയർക്രാഫ്റ്റാണ്, എയറിലാണ് പോകുന്നത്. സോ ഈസ് ചെക്കിങ് ഓൾ ദ തിങ്സ്. അപ്പോൾ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നി. നമ്മളൊക്കെ ഒരു വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരെ കയറുന്നു, പിന്നെ ചാവി എടുക്കുന്നു, വണ്ടി ഓണാക്കുന്നു, പോകുന്നു. ബട്ട് ഇത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആളുടെ ഒരു അതാണ്. നിങ്ങൾ നോക്കി ഓരോരോ നട്ടും ബോൾട്ടും എവറിത്തിങ് ഈസ് ക്രോസ് ചെക്കിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക യാത്രയ്ക്ക് സജ്ജമാക്കി വണ്ടി. അതുപോലെ എല്ലാ ഇൻസ്ട്രക്ഷനും പുള്ളി, അതായത് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ ആണ്, ഈസ് ഫ്രം ഫ്രാൻസ്. ഒത്തിരി ഹവേഴ്സിൻ്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റാണ്. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു പൈലറ്റാണ്, ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു മാൻ. ഓക്കെ, സോ പുള്ളി ഓരോ കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. ഞാൻ ഇന്ന ഏരിയയിലൂടെ പോവുക, ഇന്നതൊക്കെയാണ് നമ്മൾ കവറപ്പ് ചെയ്യുക. അതേപോലെ മുപ്പൊരു സർപ്രൈസ് ആയിട്ട് ലാസ്റ്റ് ലാൻഡിങ്ങിൻ്റെ പോർഷൻ ആണ് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ലാൻഡിങ് ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. സോ നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു, എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. യു ക്യാൻ സീ കുറച്ച് പേടിയുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൗണ്ടും അതേപോലെ അത്യാവശ്യം നല്ല വിൻഡൊക്കെ ഉള്ള സമയമായിരുന്നു. സോ റൺവേയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫ്രാങ്ക്ലിൻ ശരിക്ക് പുള്ളി ഭയങ്കര എന്താ പറയുക, നമ്മളോട്ട് ഭയങ്കര മിങ്കിൾ ചെയ്ത് നമ്മളെ എപ്പോഴും കംഫർട്ട് സോണിൽ നിർത്തുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഭയങ്കര റിയലി പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ലക്കി ഡ്രൈവായിരുന്നു ഇത്. സോ ഞങ്ങളിങ്ങനെ പോകുന്നു. പുള്ളി കൈയൊക്കെ കാണിച്ചിട്ടൊക്കെ പോകുന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് പുള്ളി ഫ്രണ്ട്സിനെ കൈ കാണിക്കുന്നത്. അത് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ആണത്. ഇത്രമാത്രം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സോ അതാണ് അതിൻ്റെ കാര്യം. ഞങ്ങളങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലൈ ചെയ്തു. ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. യു ക്യാൻ സീ ദ റോഡ്. ചെറിയ സൈസിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ചെറിയൊരു പേടി ഇല്ലാതില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. അഡ്വഞ്ചറസ് ആകുമ്പോൾ ചെറിയ ഭയക്കേണ്ട കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഹൈറ്റ് കൂട്ടി പുള്ളി ഇങ്ങനെ ഹൈറ്റ് എടുത്ത് വരികയാണ്. ഈ സമയത്തൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട് കേട്ടോ, കംഫർട്ടബിൾ അല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണാം ഒരു റാസ് അൽ ഖൈമയുടെ ഒരു ഭംഗി. ഈ ഒരു ഏരിയയിൽ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ന്യൂ ഇയർ സമയത്തൊക്കെ വെടിക്കെട്ടൊക്കെ നടക്കാറുണ്ടല്ലോ റാസ് അൽ ഖൈമയിൽ. അത് കൂടുതൽ ഈ ഏരിയയിലാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് ജസീറ ആ ഭാഗത്ത് തന്നെയാണ്. സി കുറേ എന്താ പറയുക റിസോർട്ട്സും ഒക്കെ ഉള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബീച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് ബീച്ചാണ് ആ ഒരു ഏരിയ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്ത് വന്നു. ഭയങ്കര ഭംഗി കാണാനായിട്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് ഇപ്പോൾ ഇടതുവശത്ത് നമുക്ക് കാണുന്നത്. നേരെ കാണുന്നത് റിസോർട്ടുകളാണ്. ഓക്കെ, അപ്പോൾ നല്ല ഗ്രോത്ത് വരുന്ന ഒരു ഏരിയയാണ് റാസ് അൽ ഖൈമ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു വ്യൂവിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ആളുകളൊക്കെ താഴത്ത് ചെറിയ കുട്ടികളെ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ജെറ്റ്സ്കിയും സ്പീഡ് ബോട്ട്സും ഒക്കെ താഴത്ത് പോകുന്നുണ്ട്. ആൻഡ് ഞങ്ങളൊരു ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഒന്ന് ഫ്ലൈ ചെയ്യുന്നത്. സോ അതാണ് കാര്യങ്ങളൊക്കെ. ഫൈനലി ഇനിയുടെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇടാനായിട്ട് നമുക്ക് ലീഗലി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് ലാൻഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാൻഡിങ് പുള്ളി നേരത്തെ പറഞ്ഞതിനിടയ്ക്ക് 2 ടൈപ്പ് ഓഫ് ലാൻഡിങ് ആണ്. ഒന്ന് ഒരു ഫ്രീ ഫാൾ ടൈപ്പ് ഓഫ് ലാൻഡിങ്, 2 ഒരു ഇൻക്ലൈൻഡ് ലാൻഡിങ്. ഇപ്പോൾ ഫ്രീ ഫാൾ ടൈപ്പ് ഓഫ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 90 ഡിഗ്രിയിലേക്ക് നമ്മുടെ ഫ്ലൈറ്റിനെ കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രീ ഫാൾ സ്റ്റൈലിലേക്ക് വരികയാണ്. ശരിക്കും പേടിച്ചു പോയിട്ടുള്ള ഒരു വേണം. പക്ഷേ ഇങ്ങരുടെ ഒരു നോക്കി ആ കറക്റ്റ് ലൈനിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുക പറയുന്നത് ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, സി അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. ഇറ്റ്സ് വെരി ക്ലോസ് ടു ദ ലൈൻ, ഐ മീൻ ദ റൺവേ. അങ്ങനെ ഒന്നും കൂടി പുള്ളി ഫ്ലൈ ചെയ്യണം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു 2 ടൈപ്പ് ഓഫ് ലാൻഡിങ് ഉണ്ട്. സെക്കൻഡ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ റീടേക്ക് ചെയ്തു. അപ്പോൾ ടേക്ക് ഓഫ് ദ നെക്സ്റ്റ് ടേക്ക് ഓഫ് എടുത്തു. ഇനി വരുന്നത് ഏകദേശം നമുക്കൊന്ന് ഇങ്ങനെ നമ്മുടെ ചെരിച്ച് നിർത്തിയിട്ടൊരു ഫുൾ സർക്കിൾ വന്നിട്ട് നേരെ റൺവേയിലേക്ക് ഇറക്കുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾ കണ്ടു നോക്കി, ഇത് ഒരു അസാധ്യ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒന്ന് കണ്ടു നോക്കി.
ഇപ്പോൾ പുള്ളി ഒരു മിനിമം ഹൈറ്റിലേക്ക് ഗൈറോകോപ്റ്ററിനെ കൊണ്ടുവന്നു. ഈ ടൈപ്പ് ഓഫ് ഫ്ലൈറ്റിന് ഗൈറോകോപ്റ്റർ എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, ആൻഡ് പുള്ളി അതിൻ്റെ കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സി, നമ്മുടെ നാട്ടിൽ യൂട്ടേൺ എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ യൂട്ടേൺ ഒരു ടേൺ എടുത്തു. ആൻഡ് ഇനി യു ക്യാൻ സി ഒരു ഇൻക്ലൈൻഡ് പാർക്കിംഗ് അല്ലെങ്കിൽ ലാൻഡിങ്ങിലേക്കാണ് പോകുന്നത്. സി, ഇപ്പോൾ സ്റ്റേബിളായി. നമുക്ക് താഴത്തെ റൺവേ കാണാം. ഈ ഒരു അക്കാഡമിയിൽ നമുക്ക് ഏകദേശം എനിക്ക് 3ഓളം 2 റൺവേ ക്രോസിംഗ് ആണുള്ളത്. പിന്നെ കോപ്റ്ററിനുള്ള ലാൻഡിങ് സ്പേസസും ഉണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് ചെരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 45+ ഡിഗ്രിയിലുള്ള ചെരിവുണ്ട്. നമുക്ക് വീഡിയോയിൽ എത്രമാത്രം മികച്ച നമ്മുടെ ഈ ക്യാമറ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, എത്രമാത്രം അത് അതിനകത്ത് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം പേടിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ക്യാമറേനേക്കാൾ വലിയ നമ്മൾ ജീവൻ പേടി ആയതുകൊണ്ട് പലപ്പോഴും അതിൻ്റെ ഒരു കറക്റ്റ് വിഷ്വൽ കിട്ടിയില്ല. ഇപ്പം ശരിക്കും ഈ ഒരു ആംഗിൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇത് കിട്ടും. ഇതിനകത്ത് നോക്കിയേ ആ ലാൻഡിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കണേ. അപ്പോൾ ഉണ്ടോ, അസാധ്യ പൈലറ്റാണ്. എനിക്ക് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ പിന്നീടൊക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിന്ന് ചോദിക്കാറുണ്ട്. പുള്ളി പലപ്പോഴും ഹീസ് ഫ്രം ഫ്രാൻസ്, പലപ്പോഴും നാട്ടിലും വെക്കേഷനിലൊക്കെ ആയിരിക്കും. അടുത്ത തവണയും ഇനി ഒന്ന് ഫ്ലൈ ചെയ്യണം, കുറച്ചും കൂടി എന്താ പറയുക, ഫസ്റ്റ് ടൈം ഫ്ലൈ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അടുത്ത തവണ നന്നായിട്ട് ഫ്ലൈ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. കുറച്ചും കൂടി നല്ല ഫുട്ടേജസ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറെയും ഫ്ലൈറ്റുകളുണ്ട്. അതിൻ്റെയും വീഡിയോസ് നമുക്ക് വരുന്ന എപ്പിസോഡ്സിലൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. പോയിട്ട് ഇനി ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വലിയ ദീർഘശ്വാസം ഇട്ടുകൊണ്ട് നമ്മൾ റൺവേയിലെത്തി നമ്മുടെ സേഫ് സോണിലേക്ക് ഫ്ലൈറ്റിനെ പുള്ളി എത്തിച്ചിട്ടുണ്ട്. വൺസ് അഗൈൻ താങ്ക്സ് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു അസാധ്യ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. അത് ലൈഫിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ദ പൈലറ്റ്. കാരണം വെച്ചാൽ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആക്കി നമ്മളെ. മീൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഓരോ സെക്കൻഡും നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് തമാശകൾ പറഞ്ഞ് നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തന്നു. ഇന്നതാണ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പക്ഷെ അതെനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വിൻഡിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓഡിയോ റെക്കോർഡും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് നിങ്ങളും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതായത് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഹൈലി സെക്യൂർഡ്. മേക്ക് ഷുവർ ചെയ്യുക. ദെൻ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുക. ലൈഫിൽ കിട്ടാവുന്ന ചില അസുലഭ നിമിഷങ്ങളാവാം. സോ കീപ് ട്രൈയിങ്. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ എല്ലാവർക്കും ഹാപ്പി ട്രാവൽ. ബൈ.